നമസ്കാരം. കോക്ടെയിലിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. പമ്പുകൾ അടച്ച് സമരം ചെയ്തതും അത് തുറന്നതും കണ്ണടയ്ക്കും വേഗത്തിലായിരുന്നു. എന്തായിരുന്നു കാരണം? പൈപ്പ് തുറന്നു വിട്ടാൽ എന്ന പോലെ പമ്പുടമകൾക്ക് നഷ്ടക്കച്ചവടം മാത്രമാണത്രേ. എന്തായാലും ഒരു ഏകജാലകത്തിലൂടെ സർക്കാർ അത് പരിഹരിക്കാം എന്നേറ്റു. കേരളത്തിലെ 2000-ഓളം വരുന്ന പെട്രോൾ പമ്പുകളുടെ ഏക സംഘടനയാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ്. ഇന്നലെ രാത്രി 12 മണി മുതൽ ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ഡീലേഴ്സും കേരളത്തിൽ പമ്പുകൾ അടച്ച് സമരം നടത്തുകയാണ്. ഇപ്പോൾ തന്നെ മുഴുവൻ ഡീലേഴ്സും പമ്പുകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് സംഘടനയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. സമരം അവസാനിച്ചതായി പ്രഖ്യാപിക്കും. ഈ പെട്രോളിയം ട്രേഡേഴ്സ് നടത്തി വന്നിരിക്കുന്ന സമരം അവർ പിൻവലിച്ചിട്ടുണ്ട്. അവരുടെ വിവിധ വിഷയങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത്. ഗവൺമെൻറ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ അകത്ത് ആവശ്യമായ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഭേദഗതികൾ വരുത്താമെന്ന് ഇന്ന് ചർച്ചയിൽ ഞാൻ മുമ്പോട്ട് വച്ചിരുന്നു. പിന്നീട് അവർക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള NOC അതിനൊരു ഏകജാലക സംവിധാനം അതിന് ലഭ്യമാക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഒപ്പം തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് NOC കിട്ടിയാലാണ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികളിൽ നിന്നും അവർക്ക് ലൈസൻസ് റിന്യൂ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായിരുന്നു അവരുടെ മെയിൻ കൺസേൺ. എന്തായാലും അവരുടെ വിഷയങ്ങൾ കേട്ടു. അവരുടെ വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഈ ഒരു ഏകജാലക സംവിധാനം അതിനായിട്ട് ലഭ്യമാക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ട്രേഡേഴ്സ് സമരത്തിൽ നിന്ന് പിൻവാങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിനെ അറിയുന്നത്. ഏകജാലക സംവിധാനം എന്തായാലും ഉണ്ടാവും. അതിൻ്റെ അകത്ത് അത് സ്വാഭാവികമായിട്ടും അത് കമ്പനീസുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ വരുന്നത് സ്വാഭാവികമായിട്ടും. പിന്നെ അതിൻ്റെ ഒരു വർക്ക് മോഡ് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. അല്ല, ഇതിനകത്ത് ഇത് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇൻഡസ്ട്രി സെൻറ്റർ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ NOCs വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ നിന്ന് അവർക്ക് NOC വേണമെന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റി മാറ്റേഴ്സിൽ ഇപ്പോൾ അവർക്ക് എക്സ്പ്ലോസീവ് ലൈസൻസ് ഈ കമ്പനികൾക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മറ്റ് വിവിധ ഇപ്പോൾ നോൺ ടാക്സ് റവന്യൂവിൻ്റെ വർധനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നമാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും അത് ഗവൺമെൻറ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടു. അതിൻ്റെ അകത്ത് പരിശോധിച്ച് അതിൻ്റെ അകത്ത് വിഷയങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. ഓയിൽ കമ്പനീസുമായിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഗവൺമെൻറ് ലെവലിലേക്ക് അത് വന്നിരുന്നില്ല. ഓയിൽ കമ്പനീസുമായിട്ടായിരുന്നു അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അവർ ഇപ്പോൾ എല്ലാ കമ്പനീസും അവർക്ക് മാർച്ച് 31 വരെ അവർക്ക് ഇതുണ്ട്. ബങ്കുകൾ അടഞ്ഞു കിടക്കുന്നു. അതിനകത്ത് ജനങ്ങൾ വളരെ പാനിക്ഡാണ്. അതുകൊണ്ട് അതിനോടനുബന്ധമായി നിങ്ങൾ സഹകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അവരുടെ വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ളത് പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ തീരാവുന്ന വിഷയങ്ങളല്ല. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കായിട്ട് ഒരു സിംഗിൾ വിൻഡോ രൂപീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഓയിൽ കമ്പനികളാവട്ടെ ട്രേഡേഴ്സ് ആവട്ടെ ഇവിടെ എല്ലാം പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കയറി ഇറങ്ങുക എന്നുള്ളതിന് ഒരു പ്രായോഗിക പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പുതിയ ഔട്ട്ലെറ്റ്സിന് NOC കൊടുക്കുവാൻ ഒരു ഏകജാലക സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. പുതിയ ഔട്ട്ലെറ്റ്സ് വന്നാൽ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഇപ്പോൾ ഞങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ റിന്യൂവലിന് വേണ്ടിയും അതിനായിട്ടുള്ള സാഹചര്യം നമുക്ക് ഒരുക്കാം. പിന്നെ ഇതിനകത്ത് വേറെ മാറ്റങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഡിസ്കഷൻ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും. പോകുന്ന പോക്കിൽ പോലും മന്ത്രി K. ബാബുവിന് തൻ്റെ പ്രജകളെക്കുറിച്ചാണ് ചിന്ത. അന്തി ഉറങ്ങാൻ ഇടമില്ലാതിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഈ 11ാം മണിക്കൂറിൽ അദ്ദേഹം കാരുണ്യവാനായി പെയ്തിറങ്ങി. എല്ലാവർക്കും ഫ്ലാറ്റുകൾ പണിത് നൽകും. ഇതുവരെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ എപ്പോഴും 2 സെൻറ്റ് സ്ഥലമെങ്കിലും ഉള്ള ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയാണ് ഇതുവരെ നടപ്പാക്കിയിരുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികൾക്ക് 15,000 വീടിന് സഹായം നൽകി 2 ലക്ഷം രൂപ വെച്ച്. ഇതിനു മുമ്പ് 50,000 രൂപയായിരുന്നു ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ. ഇപ്പോൾ അത് 2 ലക്ഷം രൂപയാണ്. എന്നാൽ വീട് വയ്ക്കുന്നതിന് സഹായം നൽകുന്നത് ചുരുങ്ങിയത് 2 സെൻറ്റ് സ്ഥലമെങ്കിലും സ്വന്തമായി
ഉള്ളവർക്കാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളിൽ 10,000-ഓളം കുടുംബങ്ങൾക്ക് വീടും സ്ഥലവുമില്ല. അതുകൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ വീടിന് അപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പദ്ധതി പുതുതായിട്ട് ആവിഷ്കരിച്ചു. അത് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ആ പദ്ധതി അനുസരിച്ച് 6.5 ലക്ഷം രൂപ ചിലവ് വരുന്ന ഫ്ലാറ്റുകളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇതിന് സ്ഥലം കണ്ടെത്താനുള്ള ഒരു പ്രയാസം കൊണ്ട് ഞങ്ങൾ 49 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഫ്ലാറ്റ് കൂടുതലായിട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് നിർമ്മിച്ച് കൊടുക്കുമ്പോൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആ പരിസരത്ത് തന്നെ തീരദേശത്ത് തന്നെ വേണ്ടി വരും. അപ്പോൾ കുറച്ച് ദൂരെ മാറി ഫ്ലാറ്റ് നിർമ്മിച്ചിട്ട് അവർക്ക് പ്രയോജനമില്ല. അവർ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു തടസ്സമുള്ളതുകൊണ്ട് സ്ഥലം കണ്ടെത്താൻ കുറച്ച് പ്രയാസം വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ വലിയ തുറയിൽ 8 ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി 6.5 ലക്ഷം രൂപ ചെലവിലുള്ള 8 ഫ്ലാറ്റുകളാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. കടലമ്മ കൈ നിറച്ച് തന്നുണ്ട്. കായ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് ചത്തുപോകുമ്പോ കൊണ്ടുപോകാനാ. അതിൻ്റെ താക്കോൽ ദാനം ഇവിടെ വെച്ചിപ്പോൾ നടക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതലപ്പൊഴി, തിരുവനന്തപുരത്ത് തന്നെ ഉള്ള മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന് വേണ്ടി അതിനെ തുടർന്ന് നിർമ്മാണത്തെ തുടർന്ന് കുറേ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. കായും പണവും മാത്രം പോരാ, തലയിടകത്തെ വിവരം വേണം. വിവരം മനസ്സിലായ അങ്ങനെയുള്ള 89 കുടുംബങ്ങളെ പൂന്തുറ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പൂന്തുറ സെൻറ്റ് ജോൺസ് പൂത്തുറ തന്നെ അടിച്ചേക്കണേ അല്ല ഇവിടെ അടിച്ചേക്കണ പൂത്തുറ സെൻറ്റ് റോക്സ് സൗജന്യമായി 13 സെൻറ്റ് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. 1 ഏക്കർ 13 സെൻറ്റ് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ആ സ്ഥലത്ത് 89 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉടനെ നടപടി ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് 49 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ സ്ഥലം കണ്ടെത്താൻ പ്രയാസമുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ അടിമലത്തുറയിൽ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അടിമലത്തുറയിലെ സ്ഥലം അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോക്കുവരവ് നടത്തിയിട്ടില്ല. പുതുതായിട്ട് ഉണ്ടായ കരയാണ്. അപ്പോൾ പുതുതായിട്ടുള്ള കര വെച്ചാൽ അത് ആദ്യം തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്കി മാറണം. ഇപ്പോൾ എറണാകുളത്തൊക്കെയാണെങ്കിൽ പുതുതായിട്ട് കര വെച്ചാൽ അത് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. ഇവിടെ ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറണം. അതുപോലെ വലിയ തുറയിൽ 3.5 ഏക്കർ സ്ഥലം ഇതിനു വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോയില്ല. അപ്പോൾ ഏതായാലും സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് വലിയ തുറയിൽ കൂടുതൽ ഫ്ലാറ്റുകൾ നിർമ്മിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വീടില്ലാത്തവർക്ക് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. 450 പേർക്ക് ഇപ്പോൾ ഫ്ലാറ്റ് കൊടുക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഒരു ഗവൺമെൻറ് കാലത്തും മത്സ്യത്തൊഴിലാളികൾക്ക് പാർപ്പിടത്തിന് വേണ്ടി സഹായം നൽകാൻ സാധിക്കാത്ത. വിഴിഞ്ഞത്ത് കപ്പിലിറക്കി, കൊച്ചിയിൽ മെട്രോ ഇറക്കി, കണ്ണൂരിൽ വിമാനവും ഇറക്കി. ബാബു സാറേ, എന്നാൽ പിന്നെ മുഖ്യമന്ത്രിയോട് പറയാൻ പറഞ്ഞു അടുത്ത മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൂടെ അങ്ങ് നടത്തിയിട്ട് പോകാൻ. നിങ്ങൾ ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിച്ച 5 വർഷങ്ങൾ അതായിരുന്നല്ലോ കടന്നുപോയത്. പ്രത്യേകിച്ച് നാടകരംഗത്തെ ഉദ്ധരിക്കാൻ കാട്ടിയ വ്യഗ്രത അത് എടുത്തു പറയേണ്ടതാണ്. കേരള സംഗീത നാടക അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ വളരെ മികവ് പ്രകടിപ്പിച്ച 5 വർഷമാണ് പിന്നിടുന്നത്. സംഗീത നാടക അക്കാദമി പ്രത്യേകിച്ചും കഴിഞ്ഞ 5 കൊല്ലക്കാലം നാടകരംഗത്ത്
നടത്തിയ ഇടപെടലുകൾ വളരെയേറെ ശ്രദ്ധേയമാണ്. കാരണം കേരളത്തിൽ നാടകങ്ങൾ ഏതാണ്ട് അന്യം നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നമുക്ക് കടന്നുപോയിക്കുന്നത്. നാടക നടീരന്മാർക്ക് ആവശ്യമായ പ്രതിഫലമില്ല, ആവശ്യമായ സുരക്ഷയില്ല. ദൃശ്യമാധ്യമങ്ങളുടെ ഇടപെടലും ഈ സീരിയലുകളും വന്നതോടുകൂടി നാടകങ്ങൾ വളരെയേറെ പിന്നോക്കം പോയി. ആ നാടകങ്ങളെ സമുദ്ധരിക്കാൻ വളരെ ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ വാരാന്ത്യ നാടകങ്ങൾ കേരളത്തിൽ 100 കേന്ദ്രങ്ങളിൽ കേരളത്തിൽ വാരാന്ത്യ നാടകങ്ങൾ നടപ്പിലാക്കി. നല്ല പ്രതികരണമായിരുന്നു. അത് നോമിനലായ ടിക്കറ്റ് വെച്ചിരുന്നു. പക്ഷേ എങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ കൃത്യമായ ഡേറ്റ് അനൗൺസ് നടത്തിയതുകൊണ്ട്, എല്ലാ വീക്കെൻഡ് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു നല്ല പ്രതികരണം, മിക്കവാറും നിറഞ്ഞ സദസ്സിലാണ് നാടകം അരങ്ങേറിയത്. പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഈ നാടകത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, സ്ഥിരം പെർമനൻറ്റ് തിയേറ്ററുകൾ. ഇന്നൊരു നാടക സംഘത്തിന് ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കുക സാധ്യമായ കാര്യമല്ല. പ്രാദേശികമായ നാടക സംഘങ്ങൾക്ക് നാടക പരിശീലനത്തിന് ആവശ്യമായ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തിയേറ്റർ ഉണ്ടാക്കാൻ നടപടി സ്വീകരിച്ചു. അത് കുറേ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഈ രംഗത്ത് നടത്തിയ ഓരോ ഇടപെടലും വളരെയേറെ ശ്രദ്ധേയമാണ്. അവസാനമായി നമ്മുടെ അംജദ് അലിഖാൻ്റെ മ്യൂസിക് അക്കാഡമി, അതിനാവശ്യമായ സ്ഥലം ഗവൺമെൻറ് അനുവദിച്ചു കഴിഞ്ഞു. അദ്ദേഹം അടുത്തയാഴ്ച കേരളത്തിൽ വരുന്നുണ്ട്. 7-ാം തീയതി രാവിലെ എത്തും. അന്ന് രാവിലെയാണ് ആ അക്കാഡമിയുടെ ശിലാസ്ഥാപനം നടക്കുന്നത്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ വലിയ ഇടപെടലുണ്ടായി. പ്ലാനിംഗ് ബോർഡ് മെമ്പർ ശ്രീ വിജയരാഘവൻ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. പ്ലാനിംഗ് ബോർഡാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ വലിയ പ്ലാൻ അലൊക്കേഷൻ അത് ഞങ്ങൾക്ക് വളരെയേറെ ശക്തി പകർന്നു. അക്കാഡമികൾ വളരെ തൃപ്തിയുണ്ടായി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ ഓഫീസിൽ നിന്നോ അല്ലെ എന്നെ കേന്ദ്രീകരിച്ച് ഒരിക്കലും ഒരു അക്കാഡമി നിയന്ത്രിക്കാൻ പോയിട്ടില്ല. അക്കാഡമികൾക്കെല്ലാം ഏർപ്പെടുത്തിയ ആളുകളെ വളരെ പ്രഗത്ഭന്മാരാണ്. അവരുടെ സ്വതന്ത്രമായ പ്രവർത്തന ശൈലിക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അക്കാഡമികളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായി പറയാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം സർക്കസിൻ്റെ മേഖലയാണ്. സർക്കസ് സ്പോർട്സിൻ്റെ ഭാഗമായിരുന്നു. ഞങ്ങളത് സർക്കസിനെ നമ്മുടെ സംഗീതനാട അക്കാഡമിയുടെ പരിധി കൊണ്ടുവന്നു. സർക്കസ് ആണെങ്കിൽ ഇപ്പോൾ എലിമിനേഷൻ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ സർക്കസിലെ കലാകാരന്മാരൊന്നും മലയാളികൾ വളരെ അപൂർവമാണ്, എല്ലാ അന്യ സംസ്ഥാനക്കാരാണ്. പക്ഷേ എങ്കിലും അവരെ കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് നമ്മളെ പ്രത്യേകമായ പുരസ്കാരം ഏർപ്പെടുത്തി, ആവശ്യമായ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ സർക്കസിനെ കൂടി റിവൈവ് ചെയ്തുകൊണ്ട് നമ്മളോട് സ്വീകരിക്കുന്നുണ്ട്. ഇത് സർക്കസ് മാത്രമല്ല, ഓരോ മേഖലയിലെയുമുള്ള പരമ്പരാഗതമായ ആ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മളോട് സാംസ്കാരികം. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് സച്ച് ഇൻ എ മീഡിയ കോൺഫറൻസ്. വെള്ളാപ്പള്ളി തങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയാണ്, അതുകൊണ്ട് സഖ്യകക്ഷിയാക്കുകയല്ല, NDAയിലെ രണ്ടാമത്തെ വലിയ സഖ്യകക്ഷിയാക്കണം എന്നാണ് വെള്ളാപ്പള്ളിയുടെ ആവശ്യം. പോകുന്ന പോക്കിൽ മാധ്യമങ്ങളെ ഒന്ന് ഉപദേശിക്കാനും അദ്ദേഹം മറന്നില്ല. ഈ ഉപദേശം കേട്ടിരിക്കുന്നത് എന്തുകൊണ്ടും മാധ്യമങ്ങൾക്ക് നല്ലതുമാണ്. അച്ഛനും മകനും തെറ്റ്, ഇങ്ങനെ ഒരു തെറ്റില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തെറ്റിക്കാൻ മാതൃഭൂമിയെ കൊണ്ട് ഉള്ള ഒരു ചാനൽ ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ ചാനലിലേക്ക് താഴുമ്പോൾ ഞാൻ പറയുന്നേക്കാൾ നല്ലത് മകൻ പറയല്ലേ നല്ലതെന്ന് ഞാൻ ചിന്തിച്ചെങ്കിൽ അത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളാരും വലുതും ചെറുതും എന്നുള്ളതിനെ പറ്റി ഒരു ചിന്തയില്ല. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിലേ ഇന്ന് ഈ BDJS എത്രയോ ഉയർന്നു കഴിഞ്ഞു അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞു. അതുമെല്ലാം ഇവർ ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്ന ഒരു പാർട്ടിയായി ഇത് മാറിയില്ല ചെറിയ കാലം കൊണ്ട്. മാത്രമല്ല ഇടതും വലതും എല്ലാവരും ഒരുപോലെ വിമർശിക്കുന്ന ഒരു പാർട്ടിയായി വളർന്നു എങ്കിൽ അതിൽ ഞങ്ങളിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഞങ്ങളെ എതിർക്കുന്നത്. എന്തുമാകട്ടെ അത് ചർച്ച ചെയ്യേണ്ടത് ആരെയാണ്? ഒരു ദേശീയ പാർട്ടി മറ്റു ദേശീയ പാർട്ടിയായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ലേലത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ NDAയുടെ ഭാഗമാകണേ. ഭാഗമായോ? BJP ലയിക്കാനല്ലോ, NDAയുടെ ഒരു ഭാഗമാക്കണം ഞങ്ങൾ. ആ ഭാഗമാക്കിയ ശേഷമല്ലേ ഞങ്ങൾ ഇവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തിയുള്ളത്. അതാകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയായി. കോക്ടെയിലിന്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും ഇതേ